ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഓർക്കിഡാണ് ഇന്ന്. നമ്മളെ ഓർക്കിഡ് ഫെലനോസിൻ്റെ തൈകൾ നിറയെ 4 തൈയോളം ഉണ്ട് ഇതിൽ മാറ്റി വയ്ക്കാനായിട്ട്. അത് 4ലും മുട്ടായിട്ട് വന്ന് തുടങ്ങിയപ്പോൾ നമുക്ക് നല്ല റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മാറ്റി ഇതിനെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കണം. കട്ട് ചെയ്തെടുത്ത് നമുക്ക് മാറ്റി പോട്ട് ചെയ്യാം. അപ്പം ഞാൻ ചെയ്യും പോലെ വളങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും നിറയെ തൈകൾ കിട്ടും, തൈകളും ഫ്ലവറും കിട്ടും. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യണം. ഇപ്പം ഇതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന കാര്യത്തിൽ പാടാണ്. അപ്പം നമ്മൾ ബ്ലൈഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് മദർ പ്ലാന്റിൽ നിന്ന് പയ്യെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ 2 പ്ലാന്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഒറ്റയായിട്ട് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിൻ്റെ റൂട്ട് കട്ടായിപ്പോവും. അപ്പോൾ ഇതിൽ ഈ ഒരെണ്ണത്തിൽ അത്ര റൂട്ടങ്ങ് വന്നിട്ടില്ല, ചെറുതായിട്ട് വരണതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ 2ആയിട്ട് ഇത് മൊത്തത്തോടെ വെച്ച് തന്നെ പോട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. വിത്തിൽ കൂടെ ഒന്ന് വളർന്നിട്ട് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പം നമുക്ക് ഇതിന് ഈ കട്ട് ചെയ്തെടുത്ത ഭാഗത്തിൽ നമുക്ക് സാഫ് തേച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അഴുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് സാഫ്. കൂട്ടുകാരെല്ലാവരും ഇന്നലത്തെ നമ്മളെ ഗിവ് അവേ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കുറേ പേരൊക്കെ ഇനിയും കാണാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൈസായിട്ട് കൊടുക്കുന്നത് ഓർക്കിഡാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ഇട്ടിട്ടോ കമൻറ്റ് ഇട്ടിട്ടോ നമുക്ക് കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നമ്മളെ വീഡിയോകൾ കാണാൻ ശ്രമിക്കണേ. ഇപ്പോൾ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കരിയാണ്. കരി വെള്ളത്തിൽ സാഫിലിട്ടിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ്. വെറും കരി മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചകിരിയുടെ പീസില്ലാതെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, എന്നിട്ട് പ്ലാന്റ് പിടിച്ച് കിട്ടും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റാവും ഈ പ്ലാന്റ് നമുക്ക് വാങ്ങിക്കാൻ. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ ഡെൻഡ്രോഫിയത്തെക്കാൾ റേറ്റുണ്ട് ഈ പ്ലാന്റിന്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നമ്മൾ മടി കൂടാതെ അല്പസമയം കണ്ടെത്തി നമ്മളിതുപോലെയൊക്കെ വളങ്ങളൊക്കെ കൊടുത്താൽ നമുക്ക് എന്തായാലും എല്ലാവർക്കും ഉറപ്പായിട്ട് ഇതുപോലെയൊക്കെ തൈകൾ കിട്ടും. ഓർക്കിഡിൻ്റെ തൈകൾ നമുക്കൊരു ചെടി വാങ്ങിച്ചാൽ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് തൈകൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടമുള്ളവർക്ക്, ഓർക്കിഡൊക്കെ ഉള്ളവർക്കും പ്ലാന്റ്സ് ചെടികൾ ഇഷ്ടമുള്ളവർക്കും കൂടെയൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണം. ഇതിൽ ഇരുന്നിട്ട് ഒരല്പം കൂടെ കുറച്ചുകൂടെ ഒന്ന് വേരൊക്കെ വന്നിട്ട് നമുക്ക് 2ലും വേര് വന്നിട്ട് നമുക്ക് മാറ്റി വലിയ പോട്ടിലോട്ട് മാറ്റാം. ഈ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ഈ തൈയാണ്. ഈ പ്ലാന്റിൽ തന്നെ അടുത്ത മുട്ട് വന്നിട്ടുണ്ട്. എല്ലാത്തിലും നമ്മൾ ഇനി കട്ട് ചെയ്ത് എടുക്കാനുള്ളതിലും ഇതിൽ കണ്ട ഇത് അതിൻ്റെ ഫ്ലവറിൻ്റെതാണ് പറഞ്ഞത്, മുട്ടാണ്. അപ്പോൾ എല്ലാ തൈയിലും ഇതുപോലെ കുഞ്ഞു മുട്ടുകളിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുമ്പോൾ വീണ്ടും പുതിയൊരു മദർ പ്ലാന്റായിട്ട് മാറും. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മളെ ഗിവ് അവേ മറക്കരുത്. എല്ലാവരും കയറി കാണണം, കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യണം. ഓക്കേ.